ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞായറാഴ്ചത്തെ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്തു വെച്ച വീഡിയോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടാണ് അനുമോള് മിറ്റടിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പം അനുട്ടി ഇറങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അമ്മയും കൂടി ഓളപ്പം കൂടി കൊടുക്കും കേട്ടോ. അമ്മ ഗുളികയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മയും കൂടി കൊടുക്കും. അല്ലാതെ ഓളെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് മുഴുവനായിട്ടും അടിച്ചു വരാൻ കഴിയൂല. ഇന്ന് നേരത്തെ തന്നെ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് രാവിലെ തന്നെ ഫോണിന് കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫോണിൽ ഇപ്പോൾ എന്താ വീഡിയോ എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റക്കായി പോകുന്നുണ്ട്. എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അതിങ്ങി എന്തായാലും ഒന്ന് കടയെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇന്നാളൊരു ദിവസം കാണിച്ചു കൊടുത്തപ്പോൾ എന്തായാലും അത് ഒരു ദിവസത്തെ പണിയും എടുക്കാണ്ടെന്നാണ് പറഞ്ഞത്. മൊത്തത്തിലൊന്ന് ഫോണ് ക്ലീൻ ചെയ്യണം. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ കൊടുക്കാതിരിക്കുന്നത് കേട്ടോ. നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ദിവസം മുഴുവനായിട്ടും ഫോൺ കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ പോലെയാണ്. എന്തായാലും ഇനിയിപ്പോൾ കൊടുക്കാതെ പറ്റൂല. അപ്പോൾ ഇതാ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ പോയി ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പോൾ കുറേ ആയിട്ടുണ്ട്. അതുകൊണ്ട് ചിക്കൻ വാങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയൊന്നും ഇപ്പോൾ വാങ്ങലില്ല കേട്ടോ, തോന്നുമ്പോഴൊക്കെയാണ് വാങ്ങലുള്ളത്. അപ്പോൾ അമ്മ അതാ ചായയുടെയും മരുന്നുടിയൊക്കെ കഴിഞ്ഞ് അകത്തുനിന്ന് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിരുമ്പാനുള്ളതൊക്കെ മെഷീനിലിടണം. കുറേ പണികളുണ്ട് ചെയ്യാൻ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അയിമയ്ക്കൊന്നും നോക്കാത്തത്. ഇന്ന് തട്ടിയടിക്കലും തുടയ്ക്കലൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒന്നേ പറ്റുള്ളൂ. തട്ടിയടിക്കണമെങ്കിൽ തട്ടിയടിക്കലും അടിച്ചു വാരലും മാത്രമേ നടക്കുള്ളൂ കേട്ടോ. എല്ലാം കൂടി എടുക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സമയമല്ല ആദ്യത്തെ പോലെ. എന്താ വെച്ചാൽ വീഡിയോൻ്റെ ഒപ്പം നിൽക്കണ്ടേ. അപ്പോൾ അതുവരെയുള്ള കുറച്ച് പണികളെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നേരത്തെ നിൽക്കണം. ഇവർക്ക് സ്കൂൾ ഉള്ള അന്ന് പറഞ്ഞാൽ സ്കൂളിലേക്ക് പോകേണ്ട ഒരു രാവിലത്തെ തിരക്കായിട്ടും പോയി. അത് കഴിഞ്ഞിട്ടുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ശനി ഞായറും ഇവർ ഇവിടെ ഉള്ള ദിവസമായിട്ടും പോയി. എന്തായാലും ഇപ്പോൾ എപ്പോഴും നേരമല്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് അടുക്കളയത്തെ പണിക്കുന്ന നേരം ആകെ വൈകിട്ടുണ്ട്. ചോറും കറിയൊക്കെ നേരത്തെ നീച്ചാക്കുകയാണെങ്കിൽ ഈ ഒരു സമയമാകുമ്പോഴേക്കും വേഗം നമുക്ക് ഈ മറ്റേ പണിക്കൊക്കെ നിൽക്കാം കേട്ടോ. ഒന്നാമത് ഇപ്പോൾ തട്ടിയടിക്കാൻ നിൽക്കുന്നത് എല്ലാവർക്കും അറിയാലോ അല്ലേ. വെള്ളിയാഴ്ച വൃശ്ചികം 1-ാം തീയതി വരികയാണ്. നോലുമ്പും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. ഒന്നാമത് മാല ഇടണുണ്ടെങ്കിൽ മാത്രമേ നോലുമ്പൊക്കെ കൃത്യമായിട്ട് നടക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ ഏട്ടനൊന്നും ഈ അസുഖം വന്നതിന് ശേഷം മല കയറാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് മലയ്ക്കൊന്നും പോകലില്ല. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ടുണ്ട് എന്തായാലും മലയ്ക്ക് പോയിട്ട്. അതിൻ്റെ മുന്നേയൊക്കെ എല്ലാ വർഷവും എന്ന് പറഞ്ഞ പോലെ നടന്നേന്ന് പോയിരുന്നത്. അപ്പോൾ അതാ ചിക്കനിലേക്കുള്ള നാളികേരമൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചപ്പോഴേന്ന് നാളികേരം കഴിഞ്ഞതാണ്. പിന്നെ കടയിൽ പോയി കൊണ്ടുവന്നിട്ടൊക്കെയാണ് ഓരോന്നിനും നിൽക്കുന്നത്. അപ്പോൾ അനുമോളും നന്ദവും കൂടി നാരങ്ങകളിലൊക്കെ കലക്കിയതാണ് കേട്ടോ. ഉപ്പിട്ട് കലക്കിയതാണ്. അപ്പോൾ അത് ഏട്ടനും കൂടിയും കുടിക്കാൻ കൊടുത്ത് നല്ല രസമുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു. ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല, എന്നാലും ഒരു ഇത്തിരി ഏറിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം പറഞ്ഞാൽ മതിയെന്നു. അതൊന്നും ചെയ്തിട്ടില്ല. ഓരങ്ങനെ കുടിക്കുക ചെയ്തത്. അപ്പോൾ നന്ദുവിന് ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിന് വേദനയാണ്, മൂത്രം ഒഴിക്കുമ്പോൾ വേദനയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വെള്ളം കൂടിൻ്റെ കുറവുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ കലക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം കുടിച്ചോളൂ കേട്ടോ. അപ്പം ഞാനിന്ന് കുറച്ച് വൈകിയാണ് തിരുമ്പലും കുളിയൊക്കെ കഴിച്ചിട്ടുള്ളത്. കുറേ തിരുമ്പാണ്ടിരുന്നു കല്ലമ്മട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിയൊക്കെ കഴിച്ചത്. പിന്നെ ഏട്ടനും ഇതാ വണ്ടിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഈ ഒഴിവ് ദിവസങ്ങളിലൊക്കെ വണ്ടിയൊക്കെ കഴുകും കേട്ടോ. എല്ലാ ഞായറാഴ്ചയൊന്നും കഴുകൂല പറഞ്ഞില്ലേ, ഭയങ്കര മടിയാണ്. ഇല്ലെങ്കിൽ ഞാൻ കഴുകി കൊടുക്കും, ഇല്ലെങ്കിൽ കണ്ണൻ കഴുകി കൊടുക്കും, ഇല്ലെങ്കിൽ ഏട്ടൻ കഴുകും. അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യമൊക്കെ ഞാൻ എല്ലാ ആഴ്ചയും പറഞ്ഞ പോലെ കഴുകി കൊടുത്തിരുന്നു. ഇപ്പോൾ പിന്നെ സമയമല്ല കേട്ടോ. ഇപ്പോൾ അമ്മക്ക് അടുക്കളയിൽ തന്നെ ഉണ്ടാവും ഇഷ്ടംപോലെ പണി. പിന്നെ സമയം ഉണ്ടാക്കണം എന്ന് പറഞ്ഞല്ലേ, ഉണ്ടാക്കിയ ഉണ്ടാവാത്ത കേടൊന്നുമില്ല. എന്നാലും ഇപ്പം അതിന് മെനക്കെട്ട് നിൽക്കലൊന്നുമില്ല. അപ്പോൾ എനിക്കും ഇതാ മക്കൾ നാരങ്ങകളിലൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഇത്തിരി ഉപ്പ് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എനിക്കത് കുടിക്കാൻ എന്തൊക്കെയോ പോലെ. പിന്നെ എന്നാലും ഓൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നല്ലേ, അപ്പോൾ അത് ഞാൻ കുടിച്ചു കേട്ടോ. അപ്പോൾ അമ്മ അതവിടെ മുരിങ്ങേൻ്റെ ഇലയൊക്കെ ഊരിയാണ്. ഇന്ന് മുരിങ്ങ താളിച്ചതും ചിക്കൻ റോസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കുറേ ആയി അങ്ങനെ ഉണ്ടാക്കിയിട്ട്. എപ്പോഴും കറി വെക്കലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇനി എന്തായാലും കറി ആക്കാത്ത രൂപത്തിലാണ് വെക്കുന്നത്. മിക്കവാറും നമുക്ക് ചിക്കൻ കൊണ്ടുവരുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് കറിയും വേണ്ടി വരും. അപ്പോൾ ഇന്ന് എന്തായാലും ചോറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ചോറിക്ക് പപ്പടം കാച്ചിയതും ചിക്കൻ റോസ്റ്റും അതേപോലെ മുരിങ്ങാത്താളിപ്പുമാണ് കേട്ടോ. ഞങ്ങളവിടെ മുരിങ്ങാത്താളിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലുള്ളവർക്ക് മുരിങ്ങാത്താളിപ്പും ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെയാണ് മുരിങ്ങാത്താളിപ്പും ചിക്കൻ റോസ്റ്റും ഭയങ്കര രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ ചില നാട്ടിലൊന്നും മുരിങ്ങേൻ്റെ താളിപ്പ് എന്താണെന്ന് പോലും അറിയില്ല. ഉണ്ടാക്കാനും ഒരു മടിയാണ്. രസം ഉണ്ടാവുമോ ഇല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ എങ്കിൽ അതൊന്നും ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ് കേട്ടോ. ഞങ്ങളിവിടെ മത്തൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇല, ചിരങ്ങേൻ്റെ ഇല, ഒരുവിധം ഇലകളൊക്കെ താളിച്ച് കൂട്ടുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. ഈ അരച്ചതിനേക്കാളും ഇഷ്ടം ഇലകളൊക്കെ താളിക്കുന്നതിനോട് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് പറഞ്ഞില്ലേ. അതും കൂട്ടിയിട്ടാണ് എല്ലാവർക്കും നല്ലോണം ചോറിനാൻ കഴിയുക.
അപ്പം ഞാൻ എന്താ ആദ്യം തന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടേ അതിൽ വെളിച്ചെണ്ണ ചൂടായപ്പോൾ പപ്പടം കാച്ചെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് വേറെ ഒന്നും കാച്ചാനൊന്നും നിൽക്കണില്ല. പിന്നെ അതിൽ കുറച്ച് ബാലൻസ് എണ്ണ ഉണ്ടാവും, അത് വേറെ എടുത്തേക്കണം. അതൊന്നും ചെയ്യണില്ല കേട്ടോ. അമ്മക്ക് തിന്നാനുള്ള തന്നെയല്ലേ വിചാരിച്ചിട്ട് പപ്പടം അതിൽ ആദ്യം കാച്ചെടുക്കുകയാണ്. അപ്പോൾ കണ്ണം പറയാം അമ്മ ഈ 2 പപ്പടം കാച്ചിയൊക്കെ കാച്ചിക്കളി അറിയുന്നു. പക്ഷേങ്കിൽ ഈ 2 പപ്പടം കാച്ചിയാലും 3 പപ്പടം കാച്ചിയാലും അത് ഉച്ചയ്ക്കാണ് തിന്നുമ്പോൾ അത് മുഴുവനായിട്ട് തിന്നും കേട്ടോ. പപ്പടം എത്ര തന്നാലും മതിയാകൂല. അതിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ. എത്ര പപ്പടം വേണമെങ്കിലും തിന്നും. അപ്പോൾ എണ്ണയാണ് ഞാൻ കാച്ചിട്ടുള്ളത്. ഒരു 2 എണ്ണം ഏറെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നന്ദു അഥവാ വാശി പിടിക്കുകയാണെങ്കിലോ വിചാരിച്ചിട്ട് ഒരു 2 എണ്ണം ഏറെ എടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും ഓരോന്ന് എടുത്താൽ മതി വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ അതാ നാളികേരമൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്, തക്കാളി അരിഞ്ഞിട്ടില്ല, മല്ലിച്ചപ്പൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും കഴിച്ചിട്ട് തന്നെ അല്ല കേട്ടോ, അതൊക്കെ അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും നാളികേരക്കുത്തും അതേപോലെ പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കണത് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയിൽ തന്നെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. പക്ഷേ വലിയുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ഞാൻ എടുത്തിട്ടുള്ളത്. വലിയുള്ളിക്കൊക്കെ ഭയങ്കര വില കൂടുതലാണ് കേട്ടോ. 70 റുപ്യ 75 റുപ്യ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഒറിജിനൽ വലിയുള്ളി അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ് തോന്നുന്നത്. ഒരു വയലറ്റ് നിറം കണ്ടില്ലേ, ഒറിജിനൽ വലിയുള്ളിക്ക് ഈ ഒരു നിറം ഉണ്ടാവലില്ല. അപ്പോൾ ഏതായാലും വേണ്ടിയില്ല, ഉള്ളി ആയാൽ മതിയല്ലോ. അപ്പോൾ അതിലേക്ക് 2 തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഉണ്ടാക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ അങ്ങനെ നടക്കാത്തൊരു ദിവസമാണ് പറഞ്ഞില്ലേ. ഇന്ന് ഒന്നാമത് നേരം വൈകിയാണ് നീച്ചത്. ഞായറാഴ്ച എല്ലാത്തിനും ഒരു മടി കൂടുതലാണ്. പക്ഷെ ഞായറാഴ്ചയാണ് നമുക്ക് കൂടുതലായിട്ട് പണികൾ ഉണ്ടാകുക. പ്രതീക്ഷിക്കാത്ത വിരുന്നാരോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞായറാഴ്ച വല്ല പരിപാടികളോ ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ചില ഞായറാഴ്ചകളിൽ നേരത്തെ പണി ഒരുക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. എന്നും ഒരേപോലെ ഒന്നും ആവില്ലല്ലോ, ഓരോ ദിവസവും തോന്നണ പോലെയാണ് കേട്ടോ. അപ്പോൾ മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എനിക്ക് എല്ലാ കറിക്കും മല്ലിച്ചപ്പ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുവിധം എല്ലാ കറിക്കും മല്ലിച്ചപ്പ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വെക്കലുണ്ട്. ചിലപ്പോൾ അത് വേഗം കൊണ്ട് തീരുമെന്ന് പറഞ്ഞില്ലേ, ചിലപ്പോൾ തീർന്നിട്ടുണ്ടെങ്കിൽ കിട്ടുക തന്നെ അല്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏതായാലും കണ്ണനോട് പോയി കൊണ്ടുവരാൻ പറയേ. അപ്പോൾ അതിന് കുറച്ച് എടുത്തിട്ടുണ്ട്, ബാക്കി തന്നെ എടുത്ത് വെക്കാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്തത് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുകയാണ് കുറച്ച് സമയം. അപ്പോൾ എന്നിട്ട് കഴുകിയിട്ട് അരിയാന്ന് വിചാരിച്ചു. അതിമൊക്കെ നല്ലോണം മണലുണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് പുതർന്ന് വന്നോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ ഉള്ളി വാടി കിട്ടിയിട്ടില്ല കേട്ടോ, അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് വാടട്ടെ എന്ന് വിചാരിച്ചു അവിടെ വെച്ചു. നേരം 11 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആയിട്ട് വേണം തട്ടിയടിക്കാനൊക്കെ നിൽക്കാൻ. അപ്പോൾ ഇന്ന് തട്ടലും അടിച്ചുവാരലും മാത്രമേ ചെയ്യണുള്ളൂ. അമ്മ അറിഞ്ഞൊക്കെ പാട് ഒരുമിച്ചെടുക്കാൻ നിൽക്കണ്ട, കുറേശ്ശെ അങ്ങനെ എടുക്കാമെന്ന് അറിയായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ നിൽക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും കൂടി നേരം കിട്ടൂല കേട്ടോ. അപ്പോൾ നന്ദു അതിൻ്റെ ഇടയ്ക്ക് അനുമോളോടൊന്ന് തെറ്റിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ നാരങ്ങകളിലൊന്നും വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് സോപ്പിട്ട് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ അമ്മാക്കി തരീന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ നാരങ്ങയുള്ള ഞാൻ കുപ്പിയിലാക്കി കൊടുത്തു. എന്തിനാവോ ഒന്ന് തെറ്റിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഈ ചോളപ്പൊരി ഇന്നലെ കൊണ്ടുവന്നതാണ് കേട്ടോ. ഒരു അങ്ങനെ തിന്നുന്നുണ്ട്. അപ്പോൾ ഞാനും ഇടയ്ക്ക് തിന്നുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എല്ലാ പണികളും കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേനും ആ സാധനം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ആവശ്യക്കാരൊക്കെ തിന്നുന്നുണ്ട്. അപ്പോൾ അമ്മ അവിടെ മുരിഞ്ഞ് ഒരു കുത്തിരുന്നപ്പോൾ അമ്മയ്ക്ക് നന്ദു ക്യൂട്ടക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അനുമോളെ കാലമ്മ കണ്ടിട്ട് അമ്മ ചോദിച്ചതാണ്. അപ്പോൾ അനുട്ടി ഒരു കാലമ്മ ഇട്ട് കൊടുത്തു, രണ്ടാമത്തെ കാലമ്മ ഇട്ടിട്ട് ആകെ കൊളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അനുട്ടീനോട് പറയുന്നു അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കടി എന്ന് പറയുന്നു. പക്ഷെ അതൊക്കെ ഉണങ്ങിയില്ല, ഇനിയിപ്പോൾ എങ്ങനെ ശരിയാക്കണമെന്ന് അറിയുന്നു. അപ്പോൾ അതാ നാരങ്ങെള്ളം കലക്കിയിട്ടുള്ള പാത്രങ്ങളൊക്കെ അവിടെ ഇട്ട് പോയതെന്നില്ലേ ഒരു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി വാടിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ റേഷൻ പിടിയത്തെ അരിൻ്റെ ചോറ് വെന്തപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേവുള്ളത് അതിലേക്ക് വെച്ചിട്ടുണ്ട്, അത് വെന്തിട്ടില്ല. അപ്പോൾ ആ പാത്രം കൂടി ഒന്ന് കഴുകിയെടുക്കട്ടെ. ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്നുകൂടി കിടക്കുമ്പോൾ തന്നെ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ നമുക്ക് പണിയെടുക്കാൻ. ചിലപ്പോൾ കരുതും എല്ലേതും കഴിയട്ടെ എന്ന്, ചിലപ്പോൾ അതിനും വേണ്ടി ഇതാണ് മോറി വെച്ചിട്ട് ബാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിക്കും. അപ്പം അങ്ങനെ ആ ചെമ്പും കൂടി ഒന്ന് കഴുകാൻ നിൽക്കുകയാണ്. അപ്പം എല്ലാവരും വൃശ്ചികമാസം ആയിട്ടുള്ള പണികളൊക്കെ എടുത്തോ എന്തേ ഉള്ളതൊക്കെ കമൻറ്റിലൂടെ ഒന്ന് പറയുകൊണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ പണികൾ എടുക്കലുണ്ടോ, നോലുമ്പും കാര്യം ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയുകൊണ്ട് കേട്ടോ. കുറേ കൂട്ടുകാർ പിന്നെ അല്ലാതെ വാട്സപ്പിൽ കൂടെയൊക്കെ മെസ്സേജ് അയക്കലുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരെ വിവരങ്ങൾ എല്ലേതും അറിയും കേട്ടോ. അല്ലാത്തവരും ഇങ്ങനെ കമൻറ്റിലൂടെ അങ്ങനെ അറിയുമെന്ന് പറഞ്ഞില്ലേ. ഞായറാഴ്ച ദിവസം എല്ലാവർക്കും നല്ല പണിയുള്ളൊരു ദിവസമാണല്ലേ. പക്ഷെ എന്നാലും നീക്കാനൊക്കെ ഭയങ്കര മടിയാവും കേട്ടോ. എത്ര പണി ഉണ്ടെങ്കിലും അതൊന്നും ചിന്തിക്കാതെ ഞായറാഴ്ച ദിവസം കുറച്ച് സമയം ഒന്ന് ഏറെ കിടക്കും എന്ന് പറഞ്ഞില്ലേ. പക്ഷെ ആ കിടത്തത്തിൽ അടുക്കളയുടെ കാര്യങ്ങളൊക്കെ താളം തെറ്റും കേട്ടോ. അങ്ങനെ ഒരു ദിവസമാണ് ഇപ്പം ഇന്ന് എനിക്കെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും കൂടിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ എണ്ണയിലും ആ ഉള്ളിയിലൊക്കെ കിടന്നിട്ട് നല്ലോണം ഒന്ന് മൂക്കട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്.
അങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ആ മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്തതിൻ്റെ ആ ഒരു സ്മെല്ല് നല്ലോണം വരും, നല്ല രസമാണത്. പിന്നെ അതിലേക്ക് 2 പഴുത്ത തക്കാളി ഉണ്ടായിരുന്നില്ലേ, അതും കൂടി ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതാക്കണം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ തക്കാളി ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വാടി കിട്ടിയാൽ മതി, നല്ലോണം ഒന്നും വേവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഒന്ന് അങ്ങനെ വെച്ചപ്പോൾ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചിക്കൻ ഇതാക്കണം, ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പ് അതിൽ ചേർത്തിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എന്നൊന്ന് തിരുമ്പി ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ചിരുന്നു. എന്താ വെച്ചാൽ നമ്മളെ ചിക്കൻ ഉണ്ടാക്കാൻ അങ്ങനെ നേരം വഴുകല്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയാണ്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ട് വീഡിയോ എടുക്കാതിരുന്നത്, പിന്നെ നമ്മളെ ഫോൺ വീണ്ടും സ്റ്റക്കായിട്ടോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ശരിയായത് പറഞ്ഞില്ലേ. അപ്പോൾ വിചാരിക്കും പോലെ ഇപ്പോൾ ഫോൺ കൊണ്ട് കാര്യങ്ങൾ നടക്കണില്ല കേട്ടോ. അപ്പോൾ അമ്മ ഇതാക്കണേ മുരിങ്ങ കൂരി കൊണ്ടുവന്ന് വെച്ചു. പിന്നെ അതിലേക്ക് ഇതാക്കണേ ഉള്ളി മുളകും വെളുത്തുള്ളിയും ഒക്കെ അമ്മ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഏതായാലും അടുപ്പത്തെ വേവട്ടെ, എന്നിട്ട് അടുപ്പത്ത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഒന്ന് ദോശയും കടലക്കറി ആയിരുന്നു. അപ്പോൾ അതിലത്തെ കുറച്ച് കടലക്കറി അവിടെ ഉണ്ട്, ദോശ അല്ല കേട്ടോ. ദോശ ഒന്ന് മുഴുവനും കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ ഇന്നലെ കുറച്ച് പച്ചരി ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ടൊരു ദോശ ഉണ്ടാക്കിയതാണ്. പിന്നെ അത് ആ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ വെള്ളമൊക്കെ അങ്ങനെ ഇറങ്ങി വരുമല്ലോ, അപ്പോൾ തുറന്ന് വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചത്. അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നല്ലോണം ഉണ്ടാവുക ചെയ്യുക. പിന്നെ അതിലേക്ക് ചിക്കൻ മസാലയും കുരുമുളക് ചതച്ചതും മല്ലിയില അരിഞ്ഞതും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് വെന്ത് വാങ്ങണതിൻ്റെ തൊട്ട് മുന്നേറ്റാണ് ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാലുള്ള അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലോണം ഉണ്ടാവുള്ളൂ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കുറച്ച് സമയമൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ വേറെ പരിപാടികളൊന്നുമില്ല. കുറച്ച് എരിവ് മുന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ, കുരുമുളക് പൊടീൻ്റെ അല്ലാതെ അല്ല, മുളക് പൊടീൻ്റെ അല്ല, കുരുമുളക് പൊടീൻ്റെ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കറിയാക്കുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി, നല്ല ടേസ്റ്റ് ആവും. നമ്മളെ പത്തിരിക്കും അതേപോലെ പൊറാട്ടയ്ക്ക് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഇത് ചിക്കൻ കറി ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതേ അരവ് തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏതായാലും ചിക്കൻ റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മുരിങ്ങ താളിച്ചെടുക്കണം. അപ്പോൾ മക്കൾക്ക് ഇപ്പോൾ ഇത് വന്നപ്പോൾ തന്നെ ചോറ് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഏതായാലും മുരിങ്ങ താളിപ്പും കൂടി ഉണ്ടാക്കട്ടെ, എന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതാ വെളിച്ചെണ്ണ ചൂടായപ്പോൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടിയാണ് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ചില ആൾക്കാർക്കൊന്നും ഞാൻ പറഞ്ഞില്ലേ മുരിങ്ങ താളിപ്പ് അറിയില്ലല്ലേ, ഇതെങ്ങനെ എന്താ ഏതാന്നൊക്കെ ചോദിക്കുക, രസം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലക്കാർക്ക് പിന്നെ അത് അറിയാതിരിക്കൂല, ഇതേതൊരു വീട്ടിലും ഉണ്ടാക്കാതിരിക്കൂല കേട്ടോ. അങ്ങനെ ഒരു സാധനമാണ് മുരിങ്ങ താളിപ്പ്. മുരിങ്ങ നല്ല എല്ലാ താളിപ്പുകളും. അപ്പോൾ അത് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് മുരിങ്ങേൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ചിലർ ഇവിടെ ചെയ്യലുള്ളത്, ചിലർ നല്ല ആദ്യമൊക്കെ ഞങ്ങളും ചെയ്തിരുന്നത് ആ ഒരു മൂത്ത് വന്ന ഉള്ളിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ആ കഞ്ഞിവെള്ളം തിളച്ച് വരുമ്പോഴാണ് മുരിങ്ങേൻ്റെ ഇട്ട് കൊടുത്തിരുന്നത്. പിന്നെ കുറച്ച് ആയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അതിലേറെ ടേസ്റ്റ് എനിക്ക് ഇങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഈ എണ്ണയിലിട്ടിട്ട് മുരിങ്ങേൻ്റെ ഒന്ന് വാട്ടിയെടുത്തിട്ട് പിന്നെ അതിലേക്ക് നല്ല കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ റേഷൻ പിടിയത്തെ അരിൻ്റെ കഞ്ഞിവെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. ഇതിനാണ് കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാവുക കഞ്ഞിവെള്ളത്തിന്. നമ്മളെ എന്താ പറയുക കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിക്ക് പച്ചവെള്ളം പോലെയാവും കേട്ടോ അതിൻ്റെ ആ ഒരു കഞ്ഞിവെള്ളം. അപ്പോൾ അത് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല താളിപ്പിന്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ തള വരുമ്പോൾ അതൊന്ന് വാങ്ങി വയ്ക്കുക, അത്ര തന്നെയുള്ളൂ കേട്ടോ മുരിങ്ങ താളിപ്പ് എന്ന് പറയാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണേ കുറേ തിരുമ്പിയത് മടക്കി വയ്ക്കാണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അനുട്ടീനെ ഏൽപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ അതോള് മടക്കി വെച്ചോ എന്ന് അറിയാൻ വേണ്ടി വന്ന് നോക്കിയപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും റൂമിക്കും കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഓരി അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏട്ടനൊരു സൽക്കാരമുണ്ട് കൂട്ടുകാരൻ്റെ വീട്ടിൽ. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഏട്ടൻ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് ചോറിനാൻ ഏട്ടൻ ഉണ്ടാവില്ല, ഏട്ടൻ പിന്നെ ഇന്ന് അവിടെ നിന്നാവും. അപ്പോൾ അങ്ങനെ ഏട്ടൻ പോയി. അച്ഛൻ പിന്നെ അവിടെ ഉമ്മർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതാ മുരിങ്ങേൻ്റെ ഇലയൊക്കെ തിളച്ച് വന്നു. ഒരുപാട് സമയം തിളപ്പിക്കരുത് കേട്ടോ. ഇതേപോലെ ഒന്നങ്ങോട്ട് തള വരുമ്പോൾ തന്നെ ഒന്ന് വാങ്ങി വയ്ക്കണം. കുറേ സമയം വെട്ടി തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മുരിങ്ങേൻ്റെ ഇല കഴിക്കാൻ തുടങ്ങും, പിന്നെ അതിൻ്റെ നിറവും മാറും കേട്ടോ. അപ്പോൾ മുരിങ്ങേൻ്റെ ഇലയും കൂടി ആയപ്പോൾ നമ്മൾ അനുട്ടിക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. ഓക്ക് എന്താ പറയുക കുറേ നേരമായി വിശക്കുണ്ട് പറയണേ. ഞാൻ പറഞ്ഞില്ല ദോശ കുറവായിരുന്നു. അപ്പോൾ ഓക്ക് ഇന്ന് ഒരു ദോശയെ കിട്ടിയിട്ടുള്ളൂ. പൊതുവേ രാവിലെ ഒരു ദോശയൊക്കെ തന്നെയാണ് തിന്നലുള്ളത്. ഇന്ന് പിന്നെ നേരം വൈകിട്ടും പിന്നെ ഈ ഒരു ചിക്കൻ്റെ സ്മെല്ലടിച്ചിട്ടും ഒക്കെ കൂടി ആയിട്ടെന്ന് നല്ല വിശപ്പാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഓക്ക് ഞാൻ ചോറ് കൊടുത്തു. അപ്പോൾ ഓക്കും തന്നെ ഈ റേഷൻ കടയത്തെ അരിൻ്റെ ചോറാണെങ്കിൽ നല്ല ഇഷ്ടമാണ്. അയക്കും മുരിങ്ങാ താളിപ്പൊക്കെ ആണെങ്കിൽ പൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്നും അത് ഇഷ്ടം ഉണ്ടാവില്ല, റേഷൻ കടയത്തെ അരി എല്ലാവർക്കും ഒന്നും ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ സമയം ഏതാ 12:30 അപ്പോൾ ചോറ് തിന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി 1 മണി 1:30 ആവും തിന്നാൻ. അതുവരെ ഒക്കെ നിൽക്കാൻ എന്തായാലും സമയമല്ല.
അപ്പോൾ ഒരു പപ്പടവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഇരുന്നു. അപ്പോൾ അമ്മ അതാ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതാക്കണ് തട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 2 റൂം തട്ടി, പിന്നെ ഇതാക്കണം ഇപ്പോൾ ഇവിടെ ഈ ഒരു സെറ്റിയൊക്കെ ഇട്ട് ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് തട്ടൽ. അപ്പോൾ കുറേ സമയം ഇങ്ങനെ മേലേക്ക് നോക്കിയിട്ട് അമ്മ അറിയാം കഴുത്ത് വേനിക്കുകയാണ് അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വെച്ചളി ഞാൻ ഒന്ന് തട്ടിക്കൊണ്ട് കുറച്ച് സമയങ്ങൾ അവിടെ ഇരുന്നോളി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ കുറച്ച് സമയം നിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെയും തട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 2 കൂടി ആണെങ്കിൽ ഇത് വേഗം കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് ഈ ഉച്ചയ്ക്കല്ലേ തുടങ്ങിയെന്നെ. അപ്പോൾ അമ്മ ഓരോ റൂമും തട്ടിയടിച്ചാലേ, അപ്പം ഞാൻ ആ റൂമൊക്കെ ഒന്ന് ആദ്യം ശരിയാക്കട്ടെ, ബാക്കി തട്ടാന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഓരോ റൂം എല്ലേതും ഇങ്ങനെ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ബെഡ്ഷീറ്റ് മാറ്റുക, ജനലൊക്കെ തട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനമാണ് കേട്ടോ. ഫാന് തുടയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിറ്റേ ദിവസം തുടയ്ക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ ജനലും വാതിലും അലമാരയും കട്ടിലയും ഒക്കെ ഒന്ന് തുടച്ചെടുക്കണം. എന്നിട്ടും പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ വീണ്ടും ബെഡ്ഷീറ്റ് മാറ്റണം കേട്ടോ. പിന്നെ ഈ മാറാല തട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ടില്ലെങ്കിൽ ഒരു സുഖം കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ മാറ്റിയത്. ഇല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം തന്നെ എല്ലേതും ചെയ്യണം. എന്നാൽ പിന്നെ നല്ലതാണ് കേട്ടോ. എല്ലേതും ഒന്ന് വിരിച്ചിട്ടാൽ അതിൻ്റെ വൃത്തിക്ക് അവിടെ നിൽക്കുകയും ചെയ്യും. പക്ഷെ ഇതെല്ലാതും കൂടി ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം കൊണ്ട് ഇപ്പോൾ ആദ്യത്തെ പോലെ എടുക്കാൻ പറ്റണില്ല. അല്ലെങ്കിൽ പിന്നെ നേരത്തെ നീച്ച് അതിനെ ശ്രമിച്ചാൽ പറ്റായൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പം നേരത്തെ നീക്കാൻ കുറച്ച് മടിയാണെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ട് തുടങ്ങിയിട്ട്. എന്താ ഉറക്കട് മതിയാകണില്ല. ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു ഇത്തിരി സമയമെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് കടന്നിരുന്നു കേട്ടോ. കടന്നിട്ട് ഒന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു സുഖമായിരുന്നു. ഇപ്പം അതിന് പറ്റണില്ല. എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് നമ്മൾ ആ കിടക്കുന്ന സമയത്താണ് ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും വീഡിയോ ഇടുന്ന ആ ഒരു സമയമൊക്കെ. പിന്നെ നമ്മൾ കുറച്ച് സമയം ഒന്ന് കിടക്കട്ടെ എന്ന് വിചാരിക്കുമ്പോഴത്തേന് 3 മണിയാവും. അപ്പോഴേക്കും നന്ദുവിനെ കൊണ്ടുവരാൻ പോകാനാവും. പിന്നെ നന്ദു വന്നവന് ചായ കൊടുക്കണം. അപ്പോഴേക്കും മറ്റോല് വരും. അങ്ങനെ പോണു പറഞ്ഞല്ലേ. അപ്പോൾ തട്ടലും കൊട്ടലും മുഴുവനായിട്ടൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇന്ന് വീഡിയോ ഇടാൻ പറ്റൂല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്